ആരും അറിയണ്ട. എന്റെ വിധി ഇതിനെ കൊണ്ടാവരുത്. ചെയ്ത് മാത്രം വിധി. പോ. സേതുമാധവൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ദു അമ്മയോടും അനിയനോടുമൊപ്പം മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിച്ചു. ഇന്ദു ഒരു തയ്യൽ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തിരുന്നു. പിന്നീട് ഒരു സർക്കാർ സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായി അവൾക്ക് ജോലി ലഭിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് പെട്ടെന്ന് അവൾ കടന്നില്ല. എന്നാൽ പിന്നീട് കുടുംബത്തിന്റെ നിർബന്ധത്തിൽ ഒരു സ്കൂൾ അധ്യാപകനെ വിവാഹം കഴിച്ചു. അയാൾ സേതുവിന്റെയും ഇന്ദുവിന്റെയും കഥ മുഴുവൻ അറിഞ്ഞിട്ടും ഇന്ദുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. സേതുവിന്റെ മുഖം അവളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു വലിയ നോവായി തന്നെ അവശേഷിച്ചു. വീട്ടിലെ ഒരു കോണിൽ സേതുവിന്റെ ചിത്രം എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ദുവിന് ഒരു മകൻ ജനിച്ചിരുന്നു, അശ്വിൻ. അവൻ വിദേശത്ത് കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇന്ദുവിന്റെ അമ്മ അവരുടെ കൂടെ തന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇന്ദുവിന്റെ സഹോദരൻ രാത്രിയിൽ മദ്യലഹരിയിൽ തകർന്നു കരയുന്നു. അവൻ വിറയുന്ന ശബ്ദത്തിൽ പറയുന്നു, ചേച്ചി, സേതുവേട്ടനെ കൊന്നത് ഞാനാണ്. സേതുവേട്ടൻ മരിക്കുന്ന നിമിഷത്തിലും എന്നെ രക്ഷിക്കാനാണ് നോക്കിയത്. ഇതുകേട്ട ഇന്ദു ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. ആ രാത്രി മുഴുവൻ അവൾ കരഞ്ഞു. താൻ ജീവന തുല്യം സ്നേഹിച്ച സേതുവേട്ടനെ സ്വന്തം അനിയൻ തന്നെ ഇല്ലാതാക്കിയത് ഇന്ദുവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോഴാണ് അവൾക്ക് പൂർണ്ണമായി മനസ്സിലായത്, സേതുമാധവൻ അവസാന ശ്വാസം വരെ നല്ല മനുഷ്യനായിരുന്നു എന്ന്. സേതുവിന്റെ അവസാന നിമിഷവും തന്റെ സഹോദരന്റെ ഭാവി രക്ഷിക്കാനായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സേതുമാധവൻ അവളുടെ മനസ്സിൽ ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി മാറി. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഇന്ദുവിന്റെ അനിയൻ അന്ന് രക്ഷപ്പെട്ടെങ്കിലും സേതു അവസാനമായി നൽകിയ ആ ഉപദേശം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവൻ ഇന്ന് ഒരു ബാങ്ക് മാനേജറായാണ് ജോലി ചെയ്യുന്നത്. ഒരു സാധാരണ ജീവിതം അവൻ നയിക്കാൻ ശ്രമിച്ചു. വർഷങ്ങളായിട്ടും അവൻ വിവാഹമൊന്നും ചെയ്തില്ല. നിയമത്തിന്റെ കൈകളിൽ പെടാതെ ജീവിച്ച അവൻ ഇന്ന് ഭൂതകാലത്തെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഒരു അനാഥാലയത്തിലുള്ള കുട്ടികൾക്ക് അവനെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു. മകന്റെ വിയോഗത്തോടെ സേതുമാധവന്റെ അമ്മ പൂർണ്ണമായും നിശബ്ദയായി. മകന്റെ മരണം അവരെ മാനസികമായി തളർത്തിയിരുന്നു. പിന്നീട് ആ അമ്മ അധികകാലം ജീവിച്ചിരുന്നില്ല. മകന്റെ ഓർമ്മകളിൽ മുഴുകിയാണ് ജീവനുള്ള കാലം അത്രയും ആ അമ്മ ജീവിച്ചത്. സേതുമാധവനെ ഒരു കാലത്ത് അഭിമാനത്തിന്റെയും പദവിയുടെയും പേരിൽ തള്ളിപ്പറഞ്ഞ അവന്റെ സഹോദരൻ രമേശൻ എന്ന ഒരു പ്രമുഖ ഡോക്ടറാണ്. സ്വന്തം ചേട്ടനെ ഒറ്റപ്പെടുത്തലിലേക്ക് തള്ളിവിട്ടതിൽ തന്റെ മനോഭാവവും ഒരു കാരണമായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കടുത്ത കുറ്റബോധം അവനെ എന്നും വേട്ടയാടുന്നു. തന്റെ കരിയറും പദവിയും സംരക്ഷിക്കാൻ വേണ്ടി ചേട്ടനെ അകറ്റി നിർത്തിയതാണ് ഒടുവിൽ അവനെ വീണ്ടും തളർത്തുന്നതിൽ ഒരു കാരണമായത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. രമേശൻ വലിയൊരു ഡോക്ടറായി മാറിയെങ്കിലും ആ പണവും പ്രശസ്തിയും സ്വന്തം കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും അവർ നൽകിയതാണെന്ന തിരിച്ചറിവ് അവനെ സമാധാനമില്ലാത്തവനാക്കി. വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടും അതിലൊന്നും സംതൃപ്തി ലഭിക്കാത്ത അവൻ നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിക്കൊണ്ടാണ് ഇന്ന് മനസമാധാനം കണ്ടെത്തുന്നത്. സഹോദരി ലതയെ പിന്നീട് സംരക്ഷിച്ചത് രമേശനാണ്. ഇതിനിടയിൽ ഒരു വിവാഹവും അവൻ കഴിച്ചിരുന്നു. കൂടെ മെഡിസിൻ പഠിച്ചിരുന്ന സുഹൃത്തിനെ തന്നെയാണ് അവൻ ജീവിത പങ്കാളിയാക്കിയത്. ഇതിനിടെ സേതുമാധവന്റെ സുഹൃത്ത് കേശു മരണപ്പെട്ടു. ഹൈദ്രോസും വിടവാങ്ങി. നജീബിന് സ്വന്തമായി തന്നെ ഇന്ന് ഒരു വലിയ പലചരക്ക് കടയുണ്ട്. സേതുമാധവന്റെ സഹോദരി ലത പഴയ അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാടകത്തിലേക്ക് പോയി. അവളുടെ അഭിനയ കഴിവ് ശ്രദ്ധേയമായി. ചെറിയ കഥാപാത്രങ്ങളിൽ തുടങ്ങി പിന്നീട് അറിയപ്പെടുന്ന ഒരു നടിയായി അവൾ മാറി. ഒരു എഴുത്തുകാരനെയാണ് ലത വിവാഹം കഴിച്ചത്. അവളുടെ ഭൂതകാലം അറിഞ്ഞിട്ടും അവളെ വളരെ സ്നേഹത്തോടെ മാന്യമായി സ്വീകരിച്ച ഒരാൾ. വിവാഹത്തിന് ശേഷം അവൾ കുടുംബജീവിതത്തിലേക്ക് മാറി. അവർക്കൊരു മകൾ ജനിച്ചു, പൗർണമി. അവൾ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. അവളുടെ പാട്ടിനെ ആരാധിക്കുന്നവർ ഒരുപാടാണ്. ദേവിയുടെ മകൾ ശ്രീലക്ഷ്മി പഠിച്ച് കേന്ദ്ര സർക്കാർ ജോലി നേടി ശരൺ എന്ന ഒരു ബിസിനസ്സുകാരനെ വിവാഹം ചെയ്ത് ചെന്നൈയിലാണ്. ദേവിയുടെ അമ്മയും അച്ഛനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. സേതുമാധവന്റെ മരണവാർത്ത പരമേശ്വരനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. പരമേശ്വരന്റെ സൈക്കിൾ കട വലിയ ഒരു ബൈക്ക് ഷോറൂമായി ഇന്ന് മാറിയിരിക്കുന്നു. മകൾ വളർന്നു വലുതായി ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ്.
വർഷങ്ങൾക്കു ശേഷം തിരിച്ചറിവ് കിട്ടിയ ആ ഗ്രാമം സേതുമാധവനെ ഇങ്ങനെ ഓർത്തു. സേതുമാധവൻ ഒരു ഗുണ്ടയല്ലായിരുന്നു. മനസ്സിൽ നന്മകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു നല്ല മനുഷ്യനെ സമൂഹം എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിരുന്നു അവൻ. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജകുമാരന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ സമൂഹത്തിലും നിരവധി സേതുമാധവന്മാർ ഇന്നും പിറക്കുന്നു.